നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ നിന്റെ കാര്യത്തിൽ തലയിട്ടതും നിന്നോട് ദേഷ്യപ്പെട്ടതും ഒക്കെ എന്തിനാണെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? നിന്റെ പോക്ക് കുഴപ്പത്തിലേക്കാണെന്ന് മനസ്സിലായതുകൊണ്ടാ. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. പക്ഷെ നീ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ പോലും നീ തയ്യാറായില്ല. ഞങ്ങളോട് നീ ചൂടാവുക ചെയ്തത്. കൈലാഷ് സാർ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന നീയും കേട്ടതല്ലേ? തെറ്റ് ചെയ്യുമ്പോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇത്ര ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ നിന്നെ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്തത്, അതോ നിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണോ ചെയ്തത്? നീ തന്നെ പറ. നീ കാണിച്ച വിവരക്കേടിന് പഴി ഞങ്ങൾക്ക്. ഈ ഹോസ്റ്റലിൽ വെച്ച് നിന്നെ ആദ്യമായിട്ട് കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്നും അറിയാത്ത, ഒരു കളങ്കവും ഇല്ലാത്ത ഒരു പാവമായിരുന്നു നീ. അന്ന് ഞാൻ കണ്ട പാറുവല്ല ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നെ. നിന്റെ മനസ്സില് ഇപ്പൊ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. കൂട്ടുകാരികളെ പോലും മണ്ടികളാക്കാനുള്ള മനക്കെട്ടിയുണ്ട്. പാവമായിരുന്ന ആ പാറുവിന് എവിടുന്ന ഈ ധൈര്യം കിട്ടിയത്? നിന്റെ മനസ്സില് ഇത്രയധികം കള്ളത്തരങ്ങൾ കയറി കൂടിയത് എങ്ങനെയാ? അന്ന് ഈ റൂമിന് പുറത്ത് നിൽക്കുമ്പോ കാട്ടിൽ അകപ്പെട്ടു പോയൊരു പെൺകുട്ടിയെ പോലെയായിരുന്നു നീ. നിന്റെ കണ്ണുകളിൽ പേടിയായിരുന്നു. അന്ന് നിന്നോട് എനിക്ക് തോന്നിയത് സഹതാപം മാത്രമല്ല, സ്നേഹവും കൂടിയാ. അതുകൊണ്ടാ മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്ത് നിന്നെ ഞാൻ ഈ റൂമിൽ താമസിപ്പിച്ചത്. അന്ന് നിന്റെ മുഖത്ത് കണ്ട പേടിയും നിഷ്കളങ്കതയൊക്കെ നിന്റെ അഭിനയമായിരുന്നോ പാറു? സ്വന്തം പോലെ സ്നേഹിച്ച, ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച ഞങ്ങളെയാ നീ ചതിച്ചു കളഞ്ഞത്. ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നീ എന്തൊക്കെ കള്ളത്തരങ്ങളാ ചെയ്തു കൂട്ടിയത്? ഗന്ധർവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ പട്ടുസാരി ഉടുത്ത് കല്യാണ പെണ്ണായി ഒരുങ്ങി ചെന്നപ്പോ കൂട്ടുകാരികളെ വിഡ്ഢികളാക്കുവാണല്ലോ എന്നോർത്ത് ഒരു മനസാക്ഷി കൊത്തുപോലും നിനക്ക് തോന്നിയില്ലേ പാറു? 100% ആത്മാർത്ഥതയോടെയാ ഞങ്ങൾ 3 പേര് നിന്നെ സ്നേഹിച്ചത്. പക്ഷെ നീ ഞങ്ങളോട് കാണിച്ച സ്നേഹം നിന്റെ വെറും അഭിനയമായിരുന്നു, അല്ലേ പാറു? ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ആ തെമ്മാടിയുടെ സ്നേഹം ചതിയാണെന്ന് തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞില്ല. അതാ നിന്റെ തെറ്റ്. ഞങ്ങളോടൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഒരു സൂചന തന്നിരുന്നെങ്കിൽ നിനക്കിതൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? സൂചന തന്നില്ല എന്ന് മാത്രമല്ല, നിന്റെ പെരുമാറ്റം കണ്ട് സംശയം തോന്നി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചപ്പോ നീ ഞങ്ങളെ ആട്ടിപ്പായിക്കുക ചെയ്തേ. ഞങ്ങളീന്ന് അകന്നു മാറുക ചെയ്തത്. ഏതോ ഒരു ഗന്ധർവൻ 4 പഞ്ചാരവാക്ക് പറഞ്ഞപ്പോ ഇത്രയും കാലം നിന്നെ ചേർത്ത് പിടിച്ച ഞങ്ങളെ നീ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു കളഞ്ഞു. എങ്ങനെയാടി നിനക്കതിന് മനസ്സ് വന്നത്? മീര പറഞ്ഞതുപോലെ ഞാൻ പരിചയപ്പെട്ട പാറു ഇതല്ല. എന്റെ പപ്പയും മമ്മിയും കാണാൻ കഴിയാതെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞപ്പോ ഒരുപാട് റിസ്ക് എടുത്ത് അവരെ എന്റെ മുന്നിൽ എത്തിച്ചവളാ നീ. കൂട്ടത്തിൽ ഒരാള് സങ്കടപ്പെടുന്നത് കണ്ടപ്പോ വേദനിച്ച് നിന്റെ ആ മനസ്സ് നിനക്ക് എങ്ങനെ നഷ്ടപ്പെട്ടെ? സ്വന്തം സന്തോഷത്തിനു വേണ്ടി സ്നേഹിക്കുന്നവരെ തള്ളി പറയുന്ന സെൽഫിഷ് ആവാൻ നിനക്ക് എങ്ങനെയാ കഴിഞ്ഞേ? എന്റെ പപ്പയും മമ്മിയെയും നീ എന്റെ മുന്നിൽ നിർത്തി തന്നപ്പോ എനിക്കുണ്ടായ സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുപോലെ നിന്റെ അച്ഛനെയും അമ്മയും ഞാൻ നിന്റെ മുന്നിൽ നിർത്തി തരാം. നിനക്ക് സന്തോഷിക്കാൻ കഴിയോ? കുറ്റബോധത്തോടെ അല്ലാതെ നിനക്ക് അവരുടെ മുഖത്ത് നോക്കാൻ കഴിയോ? ഞങ്ങളെ മാത്രമല്ല, അവരെ കൂടെയാ നീ ചതിച്ചത്. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മകള് കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുവാണെന്നോർത്ത് ഉരുകുന്ന ആ പാവങ്ങളെയാ നീ ചതിച്ചത്. കൈലാഷ് സാർ ഞങ്ങളോട് ചോദിച്ച ചോദ്യം ഇക്കാര്യങ്ങൾ അറിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളോട് ചോദിക്കും. പാറു വഴിതെറ്റി പോകുന്നത് അറിഞ്ഞിട്ടും കൂട്ടുകാരികളായ നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ലാന്ന്. ഞങ്ങൾ എന്താ അവരോട് മറുപടി പറയേണ്ടത്? ഒരു ഗന്ധർവനെ കിട്ടിയതോടെ പാറ ഞങ്ങളുടെ കൂട്ടുവിട്ടെന്നോ? ഞങ്ങളെ ആട്ടിപ്പായിച്ചെന്നോ?
അതുകൊണ്ടാ ഞങ്ങൾ ഇടപെടാതെ ഇരുന്നതെന്നോ? ഞങ്ങളുടെ കാര്യം പോട്ടെ, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, ഒരേ മുറിയിൽ കിടന്ന് ഉറങ്ങുന്നു. അതിനപ്പുറം നമ്മൾ തമ്മില് വേറെ ബന്ധമൊന്നുമില്ലാന്ന് നിനക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ പ്രിയനോട് നീ ചെയ്ത ദുഷ്ടത്തരങ്ങൾക്ക് നിനക്ക് എന്ത് സമാധാന പറയാനുള്ളത്? അപകടത്തിലേക്കാണ് നിന്റെ പോക്കെന്ന് നിന്നോട് പറയാൻ അയാൾ എത്ര തവണ ഇവിടെ വന്നെന്നറിയോ? അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നീ മനസ്സെങ്കിലും കാണിച്ചോ? പ്രിയൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇന്നീ അവസ്ഥ വരുമായിരുന്നോ? പക്ഷെ നിന്റെ കാര്യം നോക്കാൻ നിനക്കറിയാന്നും പറഞ്ഞ് നീ അയാളെ ആട്ടിപ്പായിക്കുകയാ ചെയ്തത്. അയാള് നിനക്ക് വേണ്ടി ചെയ്ത സഹായങ്ങളെല്ലാം ഏതോ ഗന്ധർവന് വേണ്ടി നീ മറന്നു കളഞ്ഞു. എന്നിട്ടും അയാൾ നിന്നെ കൈവിട്ടില്ല. അതാ അയാളുടെ മനസ്സ്. നിന്നെ ചതിക്കാനാ ആ ഗന്ധർവൻ പ്ലാൻ ചെയ്തതെന്ന് അറിഞ്ഞപ്പോ നിന്നെ രക്ഷിക്കാനുള്ള പരക്കം പാച്ചില്ലായിരുന്നു അയാള്. പക്ഷെ നീ അതൊന്നും അറിഞ്ഞില്ല. അയാൾ അങ്ങനെ പരക്കം പാഞ്ഞതുകൊണ്ടാ നീ ഒരു കോട്ടവും പറ്റാതെ ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ജീവനോട് നിൽക്കുന്നെ. പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നീ ഒരു ദുസ്വപ്നം കണ്ടതാണെന്നങ്ങ് കരുതിയാ മതി. ഇനി മുതല് നീ ഒരു പുതിയ പാർവതിയായിരിക്കണം. പറ്റിപ്പോയ തെറ്റിൽ നിന്ന് പാഠം പഠിച്ച ഒരു പുതിയ പാർവതി. ഗന്ധർവനെ കുറിച്ചുള്ള ഓരോ ഓർമ്മ പോലും ഇനി നിന്റെ ഈ മനസ്സിലുണ്ടാവാൻ പാടില്ല. ഗന്ധർവൻ എന്നെ ചതച്ചിട്ടില്ല ജെനിഫർ. നന്ദനല്ല ഗന്ധർവൻ. ഞാൻ ഗന്ധർവനെ സ്നേഹിക്കുന്ന കണ്ട് ആ പേരും പറഞ്ഞ് അവൻ എന്റെ മുന്നിൽ അഭിനയിച്ചതാ. എന്നെയും നിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് ഗന്ധർവനല്ല, അവനാ. നിങ്ങളെയും പ്രിയൻചേട്ടനെയൊന്നും ഞാൻ വെറുത്തിട്ടില്ല. നിങ്ങളൊക്കെ വെറുക്കാൻ എനിക്ക് കഴിയോ? എല്ലാം ആ നന്ദൻ കാരണ. ഗന്ധർവനായിട്ട് അഭിനയിച്ച് അവൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു. ഗന്ധർവൻ എന്നെ വെറുത്താലോന്ന് ഞാൻ പേടിച്ചു. ഗന്ധർവൻ എന്നിൽ നിന്നും അകന്നു പോയാലോ എന്ന് പേടിച്ചു. പ്രിയൻചേട്ടനോട് അടുപ്പം കാണിക്കരുതെന്നും ഗന്ധർവനുമായിട്ടുള്ള അടുപ്പം നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കണമെന്നും അവൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാത്തോണ്ടൊന്നും ആയിരുന്നില്ല. നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെട്ടത് നിങ്ങൾക്കറിയൂ. അതോർത്ത് ഞാൻ മാറി നിന്ന് കരഞ്ഞത് നിങ്ങൾക്കറിയില്ല. പ്രിയൻചേട്ടനെ ഞാൻ അവഗണിച്ചതും തള്ളി പറഞ്ഞതും മാത്രമേ നിങ്ങൾക്കറിയൂ. മനസ്സുകൊണ്ട് ഞാൻ പ്രിയൻചേട്ടന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞത് നിങ്ങൾക്കറിയില്ല.